ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ശില്പമായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ അംഗീകരിച്ച ആദിയോഗി പ്രതിമ. ജോലിയുടെ സ്ട്രെസ് കുറയ്ക്കാനും മനസമാധാനത്തോടെ ഇരിക്കാനും വേണ്ടി നിശബ്ദതയുടെ താഴ്വരയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മൊബൈൽ ഫോണുകളോ വീഡിയോ ക്യാമറകളോ കൊണ്ടുപോകാൻ പാടില്ലാത്ത ആദിയോഗി യോഗ സെന്ററിനുള്ളിലെ കാഴ്ചകളും ആദിയോഗി പ്രതിമയെക്കുറിച്ചും അതുപോലെ മുൻകൂട്ടി റൂമുകൾ ബുക്ക് ചെയ്ത് ആദിയോഗിയിലെ കാഴ്ചകൾ ഒരു ദിവസം മുഴുവൻ കാണാനും അവിടുത്തെ രീതികളെക്കുറിച്ചും പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. കോയമ്പത്തൂർ നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ വെള്ളിയാങ്കിരി പർവ്വതനിരകളുടെ താഴ്വരയിൽ ആദിയോഗി പ്രതിമയും ഇഷ യോഗ സെന്ററും സ്ഥിതി ചെയ്യുന്നു. പുലർച്ചെ തന്നെ പുറപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വീക്കെൻഡുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും രാവിലെ പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഞങ്ങൾ 9:10 SBC ഇന്റർസിറ്റിക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. 9:10 പുറപ്പെടുന്ന വണ്ടി 12:47 അവിടെ എത്തുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും അവിടെ താമസിക്കാതെ രാവിലെ പോയി രാത്രി വരുന്ന രീതിയിലാണ് പോയി വരുന്നത്. ഞങ്ങൾ ആദ്യം അങ്ങനെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് ബുക്ക് ചെയ്തിട്ട് പോകാമെന്ന് കരുതി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടത്തേക്ക് പോയത്. റൂം ബുക്കിങ്ങിന്റെ വിശദമായ വിവരങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓരോ കാറ്റഗറിയിൽപ്പെട്ട റൂമുകളും അവിടെ അവൈലബിൾ ആണ്. ആദിയോഗിയുടെ അടുത്ത് തന്നെ റൂമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. യോഗ സെന്ററിനുള്ളിൽ തന്നെയാണ് റൂമുകളൊക്കെ ഉള്ളത്. പക്ഷേ റൂമുകളിൽ നിന്ന് യോഗ സെന്ററിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, കിലോമീറ്ററുകളും ദൂരമുണ്ട്. എത്ര കിലോമീറ്റർ കറക്റ്റായിട്ട് ഞാൻ നോക്കിയില്ല, എന്നാലും ഒരുപാട് ദൂരമുണ്ട്. നമുക്ക് നടന്നിട്ട് വരാനൊന്നും പറ്റില്ല. ആ റൂമിൽ നിന്ന് പിന്നെ യോഗ സെന്ററിലേക്ക് വണ്ടി ഉണ്ടാകും, ട്രാവലർ ഉണ്ടാകും, ചെറിയ ചെറിയ വണ്ടികൾ ഉണ്ടാകും. അപ്പോൾ അതൊരു 20 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പം റൂമിലേക്ക് വന്ന് അവിടുന്ന് യോഗ സെന്ററിലേക്ക് പോവുകയാണ് പതിവ്. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ മനോഹരമായ കാഴ്ചകളാണ്. ആദിയോഗി പ്രതിമ മാത്രമല്ല കാണാൻ വേണ്ടി അവിടുത്തെ യോഗ സെന്ററിനുള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. മൊബൈൽ ഫോൺ അതിനുള്ളിൽ റൂം ഉള്ളവർക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാം. പക്ഷേ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ ബസ് സ്റ്റോപ്പാണ്. 14D എന്ന് എഴുതിയിരിക്കുന്ന ബസ്സാണ് അവിടത്തേക്കുള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളവിടെ കാത്തു നിന്നപ്പോൾ 14D അല്ല, വേറെ ബസ്സായിരുന്നു വന്നത്. ഇഷ യോഗ സെന്റർ എന്നുള്ള ബോർഡ് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ചാടിക്കേറി. ബസ്സിൽ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്ന് ആദിയോഗി പ്രതിമ കണ്ടതിന് ശേഷവും ഒരുപാട് ദൂരം ബസ് ഉള്ളിലേക്ക് കയറിയതിന് ശേഷമാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് നിർത്തിയത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടിയാണ് നിന്നത്. റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം ആദിയോഗിയെ കാണാമെന്ന് കരുതി നേരെ ഞങ്ങൾ ആദിയോഗി യോഗ സെന്ററിനുള്ളിലേക്കാണ് പോകുന്നത്. അവിടെയാണ്, ആ യോഗ സെന്ററിനുള്ളിലാണ് റൂമുള്ളത്. ഇവിടെ താമസിക്കാതെ വന്നു പോകുന്നവർക്ക് ഈ യോഗ സെന്ററിനുള്ളിലേക്ക് ബാഗുകളോ മൊബൈൽ ഫോണുകളോ ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഈ കവാടത്തിനുള്ളിൽ കൂടിയാണ് യോഗ സെന്ററിലേക്ക് പോകേണ്ടത്. മെയിൻ കവാടത്തിനുള്ളിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടാകും. റൂം ബുക്ക് ചെയ്തവർക്ക് ഫോണും ബാഗും ഒക്കെ കൊണ്ടുപോകാം. പക്ഷേ ബാഗൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തി വിടുള്ളൂ. കവാടത്തിനുള്ളിൽ കയറിയാൽ പിന്നെ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫോൺ ക്യാമറകളോ വീഡിയോ ക്യാമറകളോ ഒന്നും എടുക്കാൻ പാടില്ല. ഞങ്ങൾ നേരെ കോട്ടേജിലേക്ക് പോവാണ്. ഇഷ യോഗ സെന്റർ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ തുറന്നിരിക്കും. രാത്രി 8 മണി കഴിഞ്ഞാൽ റൂം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ യോഗ സെന്ററിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആധുനിക ആത്മീയ നേതാവ് സദ്ഗുരു പ്രചരിപ്പിച്ച ഒരു പദമാണ് ആദിയോഗി. യോഗയുടെ ആദ്യ യോഗി അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ശിവനെ സൂചിപ്പിക്കുന്നു. ഇഷ ഫൗണ്ടേഷന്റെ അഭിപ്രായത്തിൽ സപ്തഋഷികൾ എന്നറിയപ്പെടുന്ന 7 ശിഷ്യന്മാർക്ക് ആദിയോഗി യോഗശാസ്ത്രം പകർന്നു നൽകി. ആത്മീയ വളർച്ചയ്ക്കും വ്യക്തിപരമായ പരിവർത്തനത്തിനും 112 വഴികൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. 90കളിൽ സദ്ഗുരു ഇഷ യോഗ സെന്റർ കോയമ്പത്തൂരിൽ സ്ഥാപിച്ചു. റൂം ബുക്ക് ചെയ്തവർക്ക് മാത്രമായി പ്രത്യേക ബാഡ്ജുകൾ നൽകും. ശിവപടം 4 ബ്ലോക്കിലാണ് ഞങ്ങളുടെ റൂം. ഇവിടെ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ പേരാണിത്, ശിവപടം. 3, 4 ആണ് ഏറ്റവും അവസാനം. ഇതുപോലത്തെ വണ്ടിയിലാണ് അവർ റൂമിലേക്ക് കൊണ്ടുവിടുക. യോഗ സെന്ററിൽ നിന്ന് റൂമിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. ഫ്രീ ആയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. ഇവിടെ പോലും അവർ വീഡിയോ എടുക്കാൻ അനുവദിക്കില്ല. പക്ഷേ നൈസായിട്ട് ഞാൻ 2 വീഡിയോസ് ഒക്കെ എടുത്തു.
ഇതാണ് ഞങ്ങളുടെ റൂം. 990 രൂപയാണ് ഒരു ദിവസത്തെ ഈ റൂമിന്റെ ചാർജ്. ഇവിടുത്തെ റൂമിന്റെ റേറ്റ് നോക്കുന്നത് ഡിസ്റ്റൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് യോഗ സെന്ററിന് അടുത്ത് റൂമുള്ളവർക്ക് നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അതുപോലെ തന്നെ കുറേ ദൂരോട്ട് മാറിയാണ് റൂം എടുക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും. പക്ഷേ റൂം അടിപൊളിയാണ്. AC വരെയുണ്ട് ഈ റൂമിൽ. TV ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ TV കാണാനല്ലല്ലോ വരുന്നത്, അതൊന്നും ഒരു കുറവൊന്നുമല്ല. ഇവിടുന്ന് പുറത്തോട്ടുള്ള വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ഫ്രഷായി വേഗം പോകാനുള്ള തിരക്കായിരുന്നു. ജനലിന് പുറത്തൊക്കെ ഒരുപാട് മയിലുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ റൂമിലെത്തിയത് ഒരു 3:45 ആയപ്പോഴാണ്. വേഗം തന്നെ റെഡിയായിട്ട് യോഗ സെൻറ്ററിലേക്ക് പോയി അവിടുന്ന് ആദിയോഗിയെ കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു തിരക്കിൽ പുറത്തുള്ള വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ കയറിയാൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് യോഗ സെൻറ്ററിലെത്താം. യോഗ സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് തന്നെ വണ്ടി വന്നു. വണ്ടിയിൽ യോഗ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഫോൺ ഉപയോഗിക്കാനേ പാടില്ല. ഇവിടെ മുഴുവൻ നിശബ്ദമായിരിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആൾക്കാർ വന്ന് ബഹളം വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നല്ല നിശബ്ദമായ അന്തരീക്ഷമാണ് ഇവിടെ മുഴുവനായിട്ടുള്ളത്. ഫോണ് പോലും ആരുടെ കയ്യിലും ഇല്ല. ഞാൻ മാത്രമേ ഫോൺ എടുത്തുള്ളൂ. ഞങ്ങൾ രാവിലെ ഒരു 6:30 ആകുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഇവിടെയാണ് ഭിക്ഷ ഹാൾ. യോഗ സെന്ററിൽ വരുന്നവർക്കും അവിടെ താമസിക്കുന്നവർക്കും ഭക്ഷണം ഫ്രീ ആയിട്ട് ലഭിക്കും. ബ്രഞ്ചും അതുപോലെ തന്നെ ഡിന്നറും അവിടെ അവൈലബിൾ ആണ്. ആദിയോഗി എന്നറിയപ്പെടുന്ന പരമശിവൻ തന്റെ ആഴത്തിലുള്ള ധ്യാനത്തിന് പ്രസിദ്ധനാണ്. പ്രപഞ്ചത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്ന കൈലാസ പർവ്വതത്തിൽ അദ്ദേഹം നിശബ്ദനായി ഇരിക്കുന്നു. ഇഷ യോഗ സെന്റർ എല്ലാവരും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് യോഗയിലും ധ്യാനത്തിലും താല്പര്യമുള്ള ആളുകൾ. മനസ്സിനേറെ ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ മുഴുവനായും. ഒരുപാട് വിദേശീയരും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ധ്യാനത്തിനും യോഗ അഭ്യസിക്കാനും വേണ്ടി ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിച്ച് പോകുന്നു. ജോലിഭാരത്തിന്റെ സ്ട്രെസ്സും മടുപ്പും ഒക്കെ കുറക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കുറച്ചുനാൾ താമസിച്ച് പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. കൊറിയയാണ് അവരുടെ രാജ്യം. അവർ ഇതുപോലെ തന്നെ ജോലിയുടെ സ്ട്രെസ്സൊക്കെ കുറക്കാൻ വേണ്ടി വന്നിട്ട് 20 ദിവസം അവർ താമസിച്ചു. ധ്യാനലിംഗ, ലിംഗഭൈരവി, തീർത്ഥകുണ്ട എന്നിങ്ങനെ 3 ഇടങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. യോഗ സെന്ററിൽ ഇവിടെ വരെയാണ് വണ്ടിയുള്ളത്. അതിനുശേഷം യോഗ സെന്ററിലെ ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് നടന്നു പോകണം. ഇഷ യോഗ സെന്ററിൽ പ്രവേശന ഫീസില്ല. ഇവിടെ എങ്ങും നിശബ്ദമായ അന്തരീക്ഷമാണ്. ശിവന്റെ വാഹനമായി കണക്കാക്കപ്പെടുന്ന കാള എന്ന നന്ദിയുടെ വലിയ ശില്പമാണ് ഇവിടെയുള്ളത്. മുഴുവൻ സമയവും ധ്യാനത്തിലേക്ക് മുഴുകുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാം. യോഗ സെന്ററിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആദിയോഗി പ്രതിമയ്ക്കടുത്തെത്താൻ വേണ്ടി നമുക്ക് കാളവണ്ടിയിൽ പോകാം. കാളവണ്ടിയിൽ ഞങ്ങൾ 3 പേർക്കും കൂടി 20 രൂപയാണ് ചാർജ്. കാളവണ്ടിയിൽ പൊന്നൂസ് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവൾ ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. ഒരുപാട് കാളവണ്ടിയെ കണ്ട് ഒരുപാട് ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ കാളവണ്ടിയിൽ നേരെ പോകുന്നത് ആദിയോഗി പ്രതിമയുടെ അടുത്താണ്. 112.4 അടി ഉയരമുള്ള ആദിയോഗി പ്രതിമ 500 ടൺ ഭാരമുണ്ട്. 34 മീറ്റർ ഉയരവും 25 മീറ്റർ വീതിയും 45 മീറ്റർ നീളവുമുള്ള ആദിയോഗി ശിവപ്രതിമയെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവന്റെ പ്രതിമയായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് അംഗീകരിച്ചു. ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകനായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് എന്ന വ്യക്തിയുടെ ദർശനപരമായ പരിശ്രമത്തിൽ നിന്നാണ് വിസ്മയിപ്പിക്കുന്ന ഈ സ്മാരകത്തിന്റെ ഉദ്ഭവം. 2017 ഫെബ്രുവരി 24 പ്രതിമ അനാച്ഛാദനം ചെയ്തു. കാളക്കുട്ടന്മാർ എല്ലാവരും നിരനിരയായിട്ട് ആദിയോഗി പ്രതിമയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിന്നിട്ടുണ്ട്. ഈ കാഴ്ച നല്ല രസമാണ് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാളകൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ച അടിപൊളിയാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ വേരൂന്നിയ അഗാധമായ യോഗാ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമുള്ള സദ്ഗുരുവിന്റെ അഗാധമായ പ്രതിബദ്ധതയുടെ പ്രകടനമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദിയോഗി വേഷത്തിലെ ശിവന്റെ പ്രതിരൂപമാണ്
ഇവിടെ. ആദിയോഗി ശിവപ്രതിമ അതിൻ്റെ ഉയർന്ന സാന്നിധ്യത്തോടെ ഐക്യം, ശക്തി, യോഗയുടെ പുരാതന ജ്ഞാനം എന്നിവയുടെ പ്രതീകമായി സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്ര ആരംഭിക്കാൻ സന്ദർശകരെ ക്ഷണിക്കുന്നു. കാളവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റാളുകളൊക്കെ നമുക്ക് കാണാം. ആദിയോഗി അല്ലെങ്കിൽ ആദ്യത്തെ യോഗിയായ ഭഗവാൻ ശിവനോടുള്ള ആദരസൂചകമായാണ് ഈ വിസ്മയിപ്പിക്കുന്ന ജീവന്റെ സൃഷ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ അഗാധമായ യോഗ പാരമ്പര്യത്തിന്റെ തെളിവാണ്. ആദിയോഗി ശിവപ്രതിമ കോയമ്പത്തൂർ സന്ദർശിക്കാൻ അനുയോജ്യമായ സമയമാണ് ശൈത്യകാലം. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. മഹാശിവരാത്രി പോലുള്ള ആഘോഷവേളകളിൽ ഇവിടെ സന്ദർശിക്കുമ്പോൾ വേറിട്ടൊരു കാഴ്ച നമുക്ക് കിട്ടും. മാർച്ച് മുതൽ മെയ് മാസം വരെയാണ് കോയമ്പത്തൂരിലെ വേനൽക്കാല മാസമായി കണക്കാക്കുന്നത്. ഈ സമയത്ത് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കാളവണ്ടിയിലെ യാത്ര നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാളക്കുട്ടന്മാരൊക്കെ വരിവരിയായേ പോകുള്ളൂ. നമ്മുടെ ബസ്സുകളെ പോലെ ഓടി വന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് പോലെയൊന്നും കാളക്കുട്ടന്മാർക്ക് പോയില്ല. അതിന് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. ഒരുപാട് കാലം പുറകോട്ട് പോയൊരു ഫീലാണ് ഈ കാളവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. 150 ഏക്കർ വനഭൂമി വെട്ടിത്തെളിച്ചാണ് ഇഷ ഫൗണ്ടേഷൻ ആദിയോഗി സ്ഥാപിച്ചത്. ആദിയോഗി പ്രതിമ കാണാൻ പകൽ സമയത്ത് വരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വൈകുന്നേര സമയങ്ങളിൽ വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ച സമയത്തൊക്കെ ആ ഒരു ഭാഗത്ത് നല്ല ചൂടായിരിക്കും. മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ച ഒരു പ്രദേശമായത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കര ചൂടായിരിക്കും ഉച്ച സമയത്തൊക്കെ. രാവിലെ നിങ്ങൾ വരുന്നതാണെങ്കിൽ കൂടി യോഗ സെന്ററിലെ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരം ആദിയോഗി പ്രതിമയുടെ അടുത്ത് ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ദൂരെ നിന്ന് ആദിയോഗി പ്രതിമ നമുക്ക് കാണാം. പ്രതിമയുടെ മുൻവശത്ത് കൂടിയും പിൻവശത്ത് കൂടിയും നമുക്ക് ഇവിടെ എത്തിച്ചേരാം. പ്രതിമയുടെ മുൻവശത്ത് കൂടിയാണ് വരുന്നതെങ്കിൽ ഏകദേശം 1/2 കിലോമീറ്റർ പാർക്കിങ്ങിൽ നിന്നും നടന്നാൽ പ്രതിമയുടെ മുൻപിലെത്താം. അതല്ലെങ്കിൽ യോഗ സെന്ററിൽ നിന്നും ഈ ഇതുപോലെ കാളവണ്ടിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഒരു മതത്തിലോ വിശ്വാസത്തിലോ അല്ലാതെ ആർക്ക് വേണമെങ്കിലും ഇവിടത്തേക്ക് വരാം. 112 അടി ഉയരവും 500 ടൺ ഭാരവുമുള്ള ആദിയോഗി പ്രതിമ വിദേശീയരടക്കം നിരവധി ആൾക്കാരാണ് കാണാൻ വരുന്നത്. യോഗയുടെ അനന്ത സാധ്യതകൾ ലോകത്തിന് മുൻപിൽ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇഷ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. പകൽ സമയങ്ങളിൽ ഇവിടെ വരുന്നവർ വെയിൽ കൊണ്ട് കരിഞ്ഞുണങ്ങും. ഇവിടെ ഒരു തണൽ മരങ്ങളോ വൃക്ഷങ്ങളോ ഒന്നും തന്നെയില്ല. ഒരുപാട് മൃഗങ്ങളും പക്ഷികളും അധിവസിച്ചിരുന്ന വലിയൊരു കാട് വെട്ടിത്തെളിച്ചാണ് ഇഷ ഫൗണ്ടേഷൻ ആദിയോഗി പ്രതിമ സ്ഥാപിച്ചത്. 1 2 അല്ല 150 ഏക്കർ വരുന്ന വനഭൂമി വെട്ടിത്തെളിച്ചാണ് ഇഷ ഫൗണ്ടേഷൻ ആദിയോഗി സ്ഥാപിച്ചത്. ഉച്ച സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്രതിമയുടെ അടുത്ത് വരരുത്. കാരണം ഇവിടെ ഒരു തണൽ മരങ്ങൾ പോലുമില്ല. ഞങ്ങൾ വന്ന സമയത്ത് പ്രതിമയുടെ പെയിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതിമയുടെ പല ഭാഗങ്ങളിലായിട്ട് പെയിന്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഫിനിഷിംഗ് ആയിട്ടില്ലായിരുന്നു പെയിന്റ് ചെയ്തിട്ട്. ആദിയോഗിയെ മുഴുവനായും പ്രദക്ഷിണം ചെയ്യാൻ ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. ആദിയോഗി പ്രതിമയ്ക്ക് ചുറ്റുമുള്ള 621 തൃശൂലങ്ങളിൽ ഏതെങ്കിലും ഒരു കറുത്ത തുണി ഭക്തർക്ക് കെട്ടാം. പ്രതിമയുടെ അടുത്തേക്ക് വൈകുന്നേരം വരുന്നതാണ് ഏറ്റവും നല്ലത്. രാത്രിയത്തെ ലൈറ്റ് ഷോ കിഡിലനാണ്. ശിവരാത്രിയിൽ ഇവിടെ ഗംഭീര ആഘോഷങ്ങളാണ് ഉണ്ടാകുന്നത്. ആ ദിവസമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പല കാഴ്ചകളും കാണാവുന്നതാണ്. ആദിയോഗിയിലെ രുദ്രാക്ഷമാലയിൽ 1,08,000 രുദ്രാക്ഷമുത്തുകൾ അടങ്ങിയിരിക്കുന്നു. യോഗയുടെ ആചാര്യൻ ശിവനിൽ നിന്നുള്ള അപാരമായ കോസ്മിക് ഊർജം ആഗിരണം ചെയ്യുന്നു. എല്ലാ വർഷവും മഹാശിവരാത്രി ദിനത്തിൽ മാല മാറ്റുകയും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി രുദ്രാക്ഷമണികൾ ഭക്തർക്ക് അനുഗ്രഹമായി നൽകുകയും ചെയ്യുന്നു. 2.5 വർഷത്തെ രൂപകൽപ്പനയ്ക്ക് ശേഷം പൂർണ്ണമായി നിർമ്മിച്ച പ്രതിമയാണ് ആദ്യത്തെ യോഗി. 112.4 അടി ഉയരവും 147 അടി നീളവും 24.99 അടി വീതിയുമുള്ള ശിവന്റെ പ്രതിമ ഏകദേശം 500 ടൺ ഭാരമുള്ള ഉരുക്കു പ്രതിമയാണ്. ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. യോഗേശ്വർ ലിംഗം എന്നു പേരുള്ള ഒരു ലിംഗം പ്രതിഷ്ഠിച്ച് പ്രതിമയുടെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ 4 ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ യോഗേശ്വര ലിംഗത്തിൽ ശംഭോ എന്ന കീർത്തനം എഴുതിയിരിക്കുന്നു. മഴയില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി 7 മണി കഴിഞ്ഞ് ലേസർ ഷോ ഉണ്ടായിരിക്കും. ഏകദേശം 15 മിനിറ്റാണ് ലേസർ ഷോ. ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് ഈ ശിവപ്രതിമ. ഇതിന് മുൻപിൽ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാവുന്നതാണ്. വൈകുന്നേരം കണ്ട കാളക്കുട്ടന്മാരാണ് കേട്ടോ ഇതൊക്കെ. രാത്രി ആയിക്കഴിഞ്ഞാൽ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ വിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. രാത്രി ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാളക്കുട്ടന്മാരെ കിട്ടൂല കേട്ടോ. ലൈറ്റായിട്ട് ലൈം സോഡൊക്കെ കുടിച്ചു
ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭക്ഷണം യോഗ സെന്ററിന്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും ഉണ്ട്. യോഗ സെന്ററിന്റെ ഉള്ളിൽ ഫ്രീ ആയിട്ടാണ് ഭക്ഷണം, പക്ഷെ പുറത്ത് നല്ല പൈസ കൊടുക്കേണ്ടി വരും. യോഗ സെന്ററിനുള്ളിലെ രാത്രിയത്തെ കാഴ്ചയാണിത്. മെയിൻ കവാടത്തിനുള്ളിലൂടെ രാത്രി 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അതിന് മുൻപായി ഒരു വഴിയുണ്ട്, അതിലെയാണ് നമ്മൾ വന്നത്. ഇവിടുത്തെ തീർത്ഥകുണ്ടമാണിത്. സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നിങ്ങനെ 2 കുണ്ടങ്ങളുണ്ട്. പുരുഷന്മാർക്ക് സൂര്യകുണ്ടും സ്ത്രീകൾക്ക് ചന്ദ്രകുണ്ടമാണ്. ചന്ദ്രകുണ്ടത്തിൽ മുങ്ങിക്കിടക്കുന്ന മെർക്കുറി ശിവലിംഗം വെള്ളത്തിലൂടെ പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ കുണ്ടത്തിൽ ഇറങ്ങാനും സ്നാനം ചെയ്യാനും വിഗ്രഹത്തിൽ സ്പർശിക്കാനും ആലിംഗനം ചെയ്യാനും അനുവാദമുണ്ട്. ഇത് പുരുഷന്മാരുടെ കുളമാണ്. സൂര്യകുണ്ട് എന്ന് വിളിക്കുന്നു. ടിക്കറ്റ് എടുത്ത് നമുക്ക് സ്പ്രിംഗ്ലിംഗ് ഓർ ബാത്തിങ് ചെയ്യാവുന്നതാണ്. ഭീമാകാരമായ ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചന്ദ്രകുണ്ടിൽ 32 പടികൾ ഇറങ്ങിയാൽ എത്തിച്ചേരാം. മഹാകുംഭമേളയെ ചിത്രീകരിക്കുന്ന വർണ്ണാഭമായ ചുവർച്ചിത്രവും ഇതിൽ അലങ്കരിച്ചിരിക്കുന്നു. രാത്രിയായാൽ ഇവിടെ അധികം ആൾക്കാരുണ്ടാകില്ല. ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ യോഗ അഭ്യസിക്കാനും സമാധാനത്തിനു കുറച്ച് സമയം വിശ്രമിക്കാനും വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ റൂം എടുത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ രാത്രി ഇവിടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഇവിടെയൊന്നും വീഡിയോസ് ഒന്നും അനുവദിക്കില്ല. നിങ്ങൾ ഇവിടത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് വന്നതാണെങ്കിൽ പോലും വൈകുന്നേരം ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല. രാത്രിയിൽ താമരക്കുളമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പ്രത്യേക ഭംഗിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നു. അവർ നൈസായിട്ട് ആ ലൈറ്റ് ഓഫാക്കി കളഞ്ഞു. എവിടെ നോക്കിയാലും ധ്യാനിക്കുന്നവരും യോഗ ചെയ്യുന്നവരെയും കാണാം നമുക്ക്. ഇതിലേ പോയാൽ നന്ദിയുടെ അടുത്താണ് എത്തുക. ശിവന്റെ വാഹനമായ നന്ദിയുടെ വലിയ പ്രതിമയാണിത്. യോഗ സെന്ററിലെ പ്രത്യേക 3 സ്ഥലങ്ങളാണിത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ധ്യാനലിംഗ, ലിംഗഭൈരവി, പിന്നെ അതുപോലെ തന്നെ ചന്ദ്രകുണ്ട്, സൂര്യകുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 കുണ്ടങ്ങളിലെ സൂര്യകുണ്ടാണ് ഞങ്ങൾ നേരത്തെ കണ്ടത്. രാത്രിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ധ്യാനത്തിൽ മുഴുകി നിൽക്കുന്നുണ്ട്. രാത്രിയത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് റെഡിയായി വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് നേരെ യോഗ സെന്ററിൻ്റെ മുന്നിലല്ല നിർത്തുന്നത്. അതിന് കുറച്ച് മുൻപോട്ടായിട്ട് എൻട്രി പോയിന്റ് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് വണ്ടി നിർത്തുന്നത്. അവിടുന്ന് യോഗ സെന്ററിലേക്ക് വേറൊരു വണ്ടിയിൽ വരണം. ഇപ്പോഴും നന്ദിയുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഇതിലെ ഒരുപാട് ആൾക്കാർ വിദേശീയരാണ്. ജോലി ചെയ്യുന്നവർക്കൊക്കെ സ്ട്രെസ് റിലീഫിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഇടം തന്നെയാണിത്. ഒരുപാട് സമയം ഇതുപോലെ ഇങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷവും കുളിർമയും ഒക്കെ ഉണ്ടാകും. ഇവിടെയൊന്നും വീഡിയോഗ്രാഫി അനുവദനീയമല്ല കേട്ടോ. നമ്മൾ പിന്നെ നൈസായിട്ട് സൈഡിൽ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്ന് പോവുകയാണല്ലോ. അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിക്കുക. അടുത്തതായി എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ധ്യാനലിംഗയിലേക്കാണ് പോകുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള താഴേക്കുളത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ നിശബ്ദമായി ഇരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ സ്വയം ഇരിക്കാനും കണ്ണുകൾ അടച്ച് 15 മിനിറ്റ് ധ്യാനിക്കാനും ഒരു സന്യാസി കയ്യിലൊരു ബോർഡുമായി നിർദ്ദേശിക്കും. 15 മിനിറ്റിന് ശേഷം ഒരു മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ധ്യാനലിംഗത്തിൽ നിന്ന് പുറത്തു കടക്കാവുന്നതാണ്. അതിനുശേഷം അടുത്ത ഒരു കൂട്ടം ആൾക്കാർ ഇതുപോലെ വന്ന് ധ്യാനത്തിനിരിക്കും. വസ്തുശാസ്ത്രപരമായി ധ്യാനലിംഗ ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീൽ, സിമന്റ്, കോൺക്രീറ്റ് എന്നിവയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് താഴികക്കുടത്തിനുള്ളിൽ ഒരു തണുത്ത അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആളുകൾക്ക് ബോധോദയവും ആത്മീയ വിമോചനവും അനുഭവിക്കുന്നതിനായി നിർമ്മിച്ച അഗാധമായ ധ്യാന സ്ഥലമാണ് ധ്യാനലിംഗം. 7 ചക്രങ്ങളുടെയും ഊർജം അതിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തുകയും കാലക്രമേണ ചിതറുന്നത് തടയാൻ പൂട്ടുകയും ചെയ്യുന്നു. ധ്യാനലിംഗം വാഗ്ദാനം ചെയ്യുന്നതെല്ലാം അനുഭവിക്കാൻ കുറച്ച് മിനിറ്റ് ലിംഗത്തിലേക്ക് നോക്കിയിരുന്നു. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിശബ്ദതയോടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുക. ധ്യാനത്തെക്കുറിച്ച് അറിവില്ലാത്തവരെ പോലും ആഴത്തിലുള്ള ധ്യാനം കൈവരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇഷ യോഗ സെന്ററിലെ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും മനോഹരമായ അനുഭവമായിരുന്നു 15 മിനിറ്റ് ധ്യാനം. ധ്യാനലിംഗത്തിന്റെ പിരമിഡാകൃതിയിലുള്ള താഴികക്കുടത്തിൽ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണുള്ളത്. താഴികക്കുടം ഒരു ദീർഘവൃത്താകൃതിയിലുള്ള അർദ്ധഗോളമാണ്. നിശബ്ദമായി ഇരിക്കേണ്ട ഒരിടമാണ് ഈ ധ്യാനലിംഗ. ഉള്ളിൽ നിശബ്ദത പാലിച്ചില്ലെങ്കിൽ
ചെറിയ ശബ്ദം പോലും താഴികക്കുടത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ധ്യാനിക്കുന്നവരെ ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. 9 അടി 3 ഇഞ്ച് കലാപരമായി കൊത്തിയ സർപ്പത്താൽ ചുറ്റപ്പെട്ട മെർക്കുറി അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ ശിവലിംഗമാണ് ധ്യാനലിംഗം. ശിവലിംഗത്തിന് മുകളിൽ ഒരു ചെമ്പ് താഴികക്കുടം, അതിൽ തുടർച്ചയായി വെള്ളം വീഴുന്നു. ഇത് വികസിപ്പിച്ചെടുത്തത് മുഴുകുന്ന ധ്യാനത്തിന് വേണ്ടിയാണ്. ശക്തമായ നിശബ്ദതയിലേക്ക് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ട്യൂൺ ചെയ്യുക. താമസിയാതെ ചുറ്റിലും അലയടിക്കുന്ന കോസ്മിക് എനർജി നിങ്ങളെ പിടികൂടും. നിങ്ങളുടെ മനസ്സിനെ അതിശക്തമായ ഒരു സ്ഥലത്തേക്ക് നയിക്കുകയും നിങ്ങളുടെ ആന്തരിക സമാധാനവും സന്തോഷവും വളർത്തുകയും ചെയ്യുന്നു. 15 മിനിറ്റ് ധ്യാനം നിങ്ങളെ ഉന്മേഷദായകവും വിശ്രമവുമാക്കുന്നു. ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് മണിയടിച്ചാലും ധ്യാനത്തിൽ തുടരാവുന്നതാണ്. അടുത്തതായി ലിംഗഭൈരവി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അസംസ്കൃതവും ശക്തനും മണ്ണും മാനുഷികവും മാതൃതുല്യവുമായി കണക്കാക്കപ്പെടുന്ന ലിംഗഭൈരവി പരമമായ അനുപാതത്തിലുള്ള ഒരു കേവല സ്ത്രീയാണ്. ഒരേ സമയം ഉഗ്രനും അനുകമ്പയും അവിടെ പിന്തുടരുന്ന പൂർണ്ണ നിശബ്ദതയിൽ ആ സ്ഥലത്തിന്റെ പോസിറ്റീവ് വൈബ്രേഷനുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഭക്തർക്ക് ലിംഗഭൈരവി അതെല്ലാം നൽകുന്നുവെന്നാണ് വിശ്വാസം. പ്രതിഷ്ഠ ഗംഭീരമാണ്. നിശബ്ദമായി പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു ഇറങ്ങുകയാണ് വേണ്ടത്. നെറ്റിയിലെ വെർമിലിയൻ കഷ്ണം, സ്വർണ്ണ മൂക്കുത്തി, വലിയ കണ്ണുകൾ, അതിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ശക്തമായ ഒരു ഊർജം അനുഭവപ്പെടും. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മൂലയിൽ ഇരുന്ന് ധ്യാനത്തിൽ ഏർപ്പെടാം. അടുത്തതായി ഞങ്ങൾ പോകുന്നത് തീർത്ഥകുണ്ടിലേക്കാണ്. അവിടെ സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നിങ്ങനെ 2 കുണ്ടങ്ങളുണ്ട്. സൂര്യകുണ്ട് പുരുഷന്മാർക്കും ചന്ദ്രകുണ്ട് സ്ത്രീകൾക്കും മാത്രമായി ഉള്ളതാണ്. കുണ്ടത്തിൽ മുങ്ങിക്കിടക്കുന്ന മെർക്കുറി ശിവലിംഗം വെള്ളത്തിലൂടെ പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ചന്ദ്രകുണ്ട്. വെള്ളത്തിൽ ഇറങ്ങാനും സ്നാനം ചെയ്യാനും വിഗ്രഹത്തിൽ സ്പർശിക്കാനും ആലിംഗനം ചെയ്യാനും അനുവാദമുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 2 രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ഒന്നുകിൽ ബാത്തിങ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലിംഗ്. ഞാൻ സ്പ്രിംഗ്ലിംഗ് ആണ് എടുത്തത്. ആദ്യത്തെ വഴിയിലൂടെ പ്രവേശിച്ചാൽ കാണുന്ന ബാത്റൂമാണ്. അവിടെ നിന്ന് കാലും കൈയും കഴുകിയ ശേഷം മറ്റൊരു ഭാഗത്തു കൂടി കുളത്തിലേക്ക് ഇറങ്ങാം. കുളിക്കുന്നവർ ചുവപ്പ് വസ്ത്രം ധരിച്ചതിന് ശേഷം മാത്രം കുളത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. അതിനുശേഷം ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്ത് കുറച്ചു സമയം അവിടെ ചിലവഴിക്കാം. ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് 2 കൊമ്പ് പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ. അത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ്ങിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്ത് പോകണമെങ്കിൽ ഇഷയുടെ വെബ്സൈറ്റിലോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. ശിവവടം 4 ആണ് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം. 990 രൂപയാണ് ആ റൂമിൻ്റെ ചാർജ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്നൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ.